എന്റെ ജീവിതത്തിലെ ഡിപ്രഷൻ, വർക്ക് പ്രഷർ, ഇതിനൊക്കെ ഒരു അവസാനം വേണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു യാത്ര പോകാം. പക്ഷെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാജ്യത്തിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ ആരോടും ചോദിച്ചില്ല. എന്തിന്? കമ്പനി മുതലാളിയോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ആരോടും അറിയിക്കാതെ തന്നെയുള്ള ഒരു യാത്രയായിരുന്നു. എനിക്ക് അബ്സ്കോണ്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും എനിക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഈ യാത്ര തിരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. യുഎഇയുടെ ഏറ്റവും മികച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. റോഡുകൾ, ബിൽഡിങ്ങുകൾ, വൃത്തിയുള്ള സ്ഥലങ്ങൾ, സ്മാർട്ട് പ്രോജക്റ്റുകൾ, എയർപോർട്ട്, മെട്രോ, ബ്രിഡ്ജ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ രാജ്യം എത്ര വികസിച്ചു എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. ദുബായിൽ നിന്നും ഏകദേശം ബന്ദർ ലേക്കിലേക്ക് 180 കിലോമീറ്ററേ ഉള്ളൂ. യാത്രയ്ക്ക് ഏകദേശം 5 മണിക്കൂർ എടുക്കും. ആദ്യമായിട്ടാണ് ഞാൻ കപ്പലിൽ യാത്ര ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ പോർട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ എന്റെ ആകാംക്ഷയൊക്കെ ഇല്ലാണ്ടായിപ്പോയി. പോർട്ടിലെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. എന്നോട് പറഞ്ഞു, ഇനി അടുത്ത യാത്ര തിരിക്കുമ്പോൾ ഒരിക്കലും പോർട്ട് തിരഞ്ഞെടുക്കരുത്. പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരുമോ എന്നുള്ള ഒരു വേവലാതിയായിരിക്കാം അവർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി തോന്നിച്ചത്. യാത്രയിൽ ഹൈജാക്കിംഗ് വരെ സംഭവിക്കാനുള്ള ഒരു ചാൻസസ് കൂടിയുണ്ട് എന്ന് പോർട്ടിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് തീരത്ത് പഴയകാല ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ബന്ദറിലെ. പ്രധാനമായും മുത്തുവ്യാപാരത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. ഇന്ന് ആധുനിക ജിയോ പൊളിറ്റിക്സിന്റെ മൗന സാക്ഷിയാണ്. ഇസ്ലാം കാലത്തിനു മുമ്പ് തന്നെ തുറമുഖം ബന്ദർ എ ഗുണ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രകൃതിദത്ത ഹാർബർ ആയതുകൊണ്ട് തന്നെ പുരാതന സമുദ്ര വ്യാപാരം വഴി വ്യാപിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. പുരാതനമായ സമുദ്ര വ്യാപാര മാർഗങ്ങൾ കൊണ്ട് ഒരുപാട് പ്രധാന കേന്ദ്രമായിരുന്നു ഈ ബന്ദർ ലേക്ക് എന്ന് പറയുന്നത്. 1600-കളിൽ അറബി വസതികൾ ഇറാനിലേക്ക് കുടിയേറി. പിന്നീട് കാസിമി ഗോത്രം ഇവിടെ എത്തി. അവരുടെ വരവോട് കൂടി ബന്ദർ ലേക്ക് ഇറാനും ഒമാനും തമ്മിലുള്ള ഒരു കച്ചവട മാർഗം രൂപപ്പെട്ടു. വ്യാപാരം വളരെയധികം മികച്ചതായിരുന്നു ആ കാലയളവിൽ. മുത്തുകൾ, സുഗന്ധങ്ങൾ, മസാലകൾ ഇവ കപ്പൽ മാർഗം ലോകമെമ്പാടുമെത്തി. പക്ഷേ 1903 ഇറാൻ സർക്കാർ പുതിയ ഒരു കസ്റ്റംസ് നിയമങ്ങൾ കൊണ്ടുവന്നതോടുകൂടി ബന്ദർ ലേക്കിന്റെ ക്ഷയം ആരംഭിക്കാൻ തുടങ്ങി. ഇറാനിൽ ഏകദേശം 587 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 90% ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്തത്. ശേഷിക്കുന്നത് സിറിയ, ഒമാൻ, വെനിസ്വേല എന്നീ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യപ്പെട്ടത്. ഞാനും എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാനും മ്യൂസിയം കാണാനാണ് അടുത്തതായി ഞാൻ പോയത്. ഇവിടെ ഒരു ചെറിയ മത്സ്യബന്ധന കയറുണ്ട്. മത്സ്യബന്ധന കയറ് ബോട്ട് തീരത്തെത്തുമ്പോൾ ഈ കയറിനെ അടുത്തുള്ള മറ്റൊരു ബോട്ടിലേക്ക് കെട്ടി തീരത്തേക്ക് വലിക്കുന്നതാണ് ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരു ചെറിയ വാതിൽ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പുരാതനമായി പല വസ്തുക്കളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തലയിൽ ധരിക്കുന്ന തൊപ്പികള്, വെള്ളം മാറ്റം ബക്കറ്റുകള്, കയറുകള്, പഴയ ഒരു ഘടികാരം, ഉണങ്ങിയ പുൽപ്പായ എന്നിങ്ങനെ പല സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. എന്റെ സുഹൃത്തായ അബ്ദുറഹ്മാൻ പറഞ്ഞത്
ഇത് ഒരു മണിയറയാണ്. പഴയ കാലത്ത് ഇറാനിൽ ഉണ്ടാകുന്ന പുതുതായി കല്യാണങ്ങൾ കഴിച്ച ആൾക്കാർക്ക് ഈ രീതിയിലുള്ള മണിയറയാണ് സെറ്റ് ആക്കുന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ഡെക്കറേറ്റിംഗ് ആണ്. ട്രഡീഷണൽ ലുക്കിലാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ ഇറാന്റെ സംസ്കാരത്തെ നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കേണ്ടിരിക്കുന്നുള്ള ഒരു കാഴ്ചയാണ്. വിവിധ തരത്തിലുള്ള സന്തൽ സ്റ്റാൻഡുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള തൊപ്പികള്, പരമ്പരാഗതമായിട്ടുള്ള അറബി ചെക്ക്, ഉലക്ക, പിന്നെ കത്തി, പിന്നെ അറിയാത്ത പല വസ്തുക്കളും നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ കുറച്ച് വിളക്കുകളൊക്കെ ഉണ്ട്, കുപ്പികള്. ഈ കുപ്പികളൊക്കെ ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കാം. ഇവിടെ കുറെ കോമ്പസുകൾ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ മീനുകളുടെ അസ്ഥി ശേഖരം, പിന്നെ ദഫ്, ചെണ്ട, ഒരു പഴയകാല ടെലിഫോൺ, പഴയകാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന മത്സ്യബന്ധനത്തിന്റെ ഒരു ഉപകരണങ്ങൾ, മറ്റു പരമ്പരാഗതമായിട്ടുള്ള മാച്ച് ബോക്സ് എന്നിങ്ങനെ പല സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തൊരു മനോഹരമല്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും. നമ്മൾ ഇതൊക്കെ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെയാണ്. ഇവരിലൊക്കെ പല വലിപ്പത്തിലുള്ള റഡാറുകളാണ് കാണാൻ സാധിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. മ്യൂസിയത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഉക്ക വലിക്കുന്ന ഒരാളെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു ഈ ഉക്ക എക്സ്പേർട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളിയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് നമ്മുടെ ഭാഷയും ഇതുമായിട്ട് ബന്ധമുണ്ട്. ചില കാര്യങ്ങളൊക്കെ മലയാളം പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇന്ത്യ ആണെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ബാംഗ്ലൂർ, മുംബൈ എന്നിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കരക്കുറ്റ് പേരു പിന്നെ മംഗളൂര് പോയി. ಬೆಂಗಳೂರು, ಮಂಗಳೂರು, ಮೈಸೂರು അപ്പോ ಜಾಸ್ತಿ ಉಂಟು കോയിലിട്ട് വലിക്കുന്ന സാധനമാണ്, കുക്കയാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അബ്ദുറഹ്മാനും കൂടി കടൽ തീരം കാണാനാണ് പോയത്. അവിടെ ചെറിയൊരു ബോട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നിരത്തിയിട്ടുള്ള ബോട്ടുകളൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ കാണുന്നത്. കാരണം ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചെറിയ ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ബന്ദർലേഖിലെ പ്രധാന വരുമാനം എന്ന് പറയുന്ന മത്സ്യബന്ധനമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഇത്തരം ഒരു കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ബന്ദർലേഖിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ഒരു രാത്രിയിലെ കാഴ്ച എന്ന് പറയുന്നത്.